കൊച്ചിയിലേക്കാണ് അവിടെ വിഷ്ണു സുരേഷ് തയ്യാറാണ്. വിഷ്ണു, ജി സുധാകരന്റെ രാഷ്ട്രീയ തീരുമാനം എന്താകും എന്നതിൽ വലിയ രാഷ്ട്രീയ ആകാംക്ഷ ഉണ്ട്. മൂന്നാം ദിവസവും ഇതിൽ ആകാംക്ഷ തുടരുകയാണ്. ഒപ്പം അങ്കമാലിയിലെ അപകടത്തിൽ ഇനിയും ഒരു പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സാധിക്കാത്തത് വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഹൈക്കോടതിയിൽ ഇന്ന് തൊണ്ടിമുതൽ തിരിമറി കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവിന്റെ അപ്പീൽ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൊച്ചിയിലടക്കം ഉണ്ട്. വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. എന്താണ് മധ്യകേരളത്തിൽ നിന്നടക്കം ഇന്ന് പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ? പ്രധാനമായും ഈ അങ്കമാലിയിലെ അപകടവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടാനായിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. 6 ദിവസമായി, പക്ഷേ ഇതുവരെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതിയാണെങ്കിൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയില്ല പോലീസ്. പക്ഷേ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. 6 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളുടെ ഭാഗത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന് ആന്റണി രാജുവിന്റെ അപ്പീൽ ഹർജിയാണ്. കഴിഞ്ഞ ദിവസം തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവിന്റെ അപ്പീൽ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ചില ചോദ്യങ്ങൾ പ്രോസിക്യൂഷനോട് ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത് ആന്റണി രാജു തന്നെ ചെയ്തു എന്നതിന്റെ തെളിവ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിനൊക്കെ മറുപടി ഇന്നലെ പ്രോസിക്യൂഷൻ സത്യവാങ്മൂലമായി നൽകിയിട്ടുണ്ട്. ആന്റണി രാജു തന്നെ ഇതിൽ കൃത്യമായ തെളിവുകൾ പരിശോധിച്ചാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. അതുകൊണ്ട് തന്നെ നിലവിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെന്നൊരു വ്യക്തിപരമായ ആവശ്യമാണ്. അതുകൊണ്ട് ശിക്ഷ റദ്ദ് ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രോസിക്യൂഷൻ ഈ ആന്റണി രാജുവിന്റെ ഹർജി എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കേരള സന്ദർശനമാണ്, കൊച്ചി സന്ദർശനമാണ്. അദ്ദേഹം ഇന്നലെയാണ് കൊച്ചിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗോശ്രീ പാലത്തിന് സമീപമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് അദ്ദേഹം ഗോശ്രീ പാലം സന്ദർശിക്കുന്നതിനും അതോടൊപ്പം തന്നെ യുവാക്കളോടൊപ്പം സംവദിക്കുന്നതിനും വേണ്ടി അല്പസമയത്തിനകം തന്നെ ഗോശ്രീ പാലത്തിന്റെ ഭാഗത്തേക്ക് എത്തും. കൊച്ചിയെ സംബന്ധിച്ച് അദ്ദേഹം 2001 മുതൽ 2024 വരെ കൊച്ചിയുടെ കളക്ടറായി ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ ഈ ഗോശ്രീ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ജ്ഞാനേഷ് കുമാർ. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം വീണ്ടും കൊച്ചിയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിൻ്റെ ഭാഗമായി കൂടി ഗോശ്രീ പാലത്തിലൂടെ ഒരു വാക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. യുവാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യം, വോട്ടിങ്ങിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമെന്ന് യുവാക്കളിലേക്കും അതോടൊപ്പം തന്നെ സമുദായത്തിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. പ്രധാനമായും തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ SIR നടപടികളും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജ്ഞാനേഷ് കുമാർ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 3 ദിവസത്തെ സന്ദർശനമാണ്. അതിൻ്റെ ആദ്യ ഔദ്യോഗിക പരിപാടിയാണ് ഇന്നിപ്പോൾ ഈ നടക്കാൻ പോകുന്ന വാക്കത്തോൺ പരിപാടി. ദിൽന, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.